ഞാൻ ചോദിക്കട്ടെ, ഈ സമ്മേളനത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്കുച്ചരിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു സഖാവ് ഉണ്ടായോ? ഇങ്ങനെയായിരുന്നോ CPM-ൻ്റെ സമ്മേളനങ്ങൾ നടക്കുക? ഒരാളൊരു വാക്കുച്ചരിച്ചോ? അവിടെ ഒരു വിമർശനം നടന്നോ? ഈ ഗവൺമെൻറ്റിൽ എന്തെല്ലാം പാളിച്ചകൾ, ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച നിരവധിയായ കാര്യങ്ങൾ, അത് ചോദിക്കാൻ ഒരു സഖാവിന് ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം പോയില്ലേ? അത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സമ്മതിച്ചിരുന്നത്. പാർട്ടിക്ക് സെക്രട്ടറി എന്ന പേരിൽ ഒരു സെക്രട്ടറി മാത്രം നിൽക്കുകയും പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും ഗവൺമെൻറ്റും പിണറായി സത്തിന് അടിമപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗോവിന്ദ മാഷക്കൊക്കെ എന്താ മിണ്ടാൻ വല്ല മാർഗമുണ്ടോ? ഇത് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ല, ചങ്ങാത്ത മുതലാളിത്തത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ ചങ്ങാത്തല്ലല്ലോ, കൂട്ടുകച്ചവടമാണല്ലോ. ചങ്ങാത്തം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പരിധി വരെ നിൽക്കുകയുള്ളൂ. അല്ല, വിഭവ സമാഹരണം ആർക്കാണ് വിഭവം സമാഹരിക്കുന്നത്? പിണറായി സത്തിനോ? വിഭവ സമാഹരണം നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ. ഈ പാർട്ടി ലീഡർഷിപ്പിന് ഈ കൈകാര്യം ചെയ്യുന്ന വിരലിലുണ്ടാവുന്ന ആളുകൾക്കും മാത്രമാണ് വിഭവ സമാഹരണം. ഇവിടെ മനുഷ്യർക്ക് തൊഴിലുണ്ടാക്കാൻ എന്താ ചെയ്തത്? ഇപ്പോൾ 600 കോടിയുടെ ബ്രൂവറിയിൽ എത്ര പേർക്കാ തൊഴിൽ? 10 ആൾക്ക് തൊഴിലില്ല. ഫുള്ളി മെക്കനൈസ്ഡ് യൂണിറ്റാണ്. കുപ്പി വരുന്നത് തൊട്ട് അത് പാക്ക് ചെയ്യുന്നത് തൊട്ട് അത് കഴുകുന്നത് തൊട്ട് ഫില്ല് ചെയ്ത് രണ്ടാമത് റീപാക്ക് ചെയ്ത് അത് കൺവെയറിൽ കയറി ലോറിയിലേക്ക് ഓട്ടോമാറ്റിക് പാക്കിംഗ് ആണ്. എവിടെയാണ് ജോലി? ഒരാൾക്ക് എവിടെ ജോലി? തൂപ്പുകാരഞ്ഞ് മറ്റേ റോബോട്ട് വരും തൂപ്പാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾക്കും ഒരു തൊഴിലുമില്ല. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള സംരംഭങ്ങളല്ല ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് മറ്റൊരു വിഷയമാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അങ്ങനെ കൈയടിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലാണ് ഈ 140 ഇപ്പോൾ 99 നിന്ന് അത് 20 വരുമെന്ന് ഞാൻ പറഞ്ഞത് യാതൊരു സംശയമില്ല. ആ അവസ്ഥ കേരളം കാണാൻ പോവുകയാണ്. ഈ കൈയടിച്ച് സഹായിക്കുന്നവർ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ പറയുന്ന UDF മാത്രമല്ല. ഇവിടെ പച്ചയായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഇന്നും കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന പച്ച സഖാക്കൾ ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യും. കാരണം അവർക്കറിയാം ഈ നിലപാട് തുടരുകയാണെങ്കിൽ കേരളത്തിൽ ഉപ്പുവെച്ച കലം പോലെ CPM ആകും എന്ന് മനസ്സിലാക്കുന്നത് CPM-നെ തന്നെ യഥാർത്ഥ സഖാക്കളാണ്. അവരായിരിക്കും ഇതിലെ മൗനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന 2026 പ്രതികരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്രയും വലിയ പരാജയം LDF-ന് ഉണ്ടാകാൻ പോകുന്നത്.